2636 മീറ്റർ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയാ? മീശപ്പുലിമലയുടെ മേളിൽ. എല്ലാവർക്കും ഗ്രാസ് നിവാസിൻ്റെ ഒരു അടിപൊളി ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. മൂന്നാറാണ്, പള്ളിവാസലെടുത്ത് മീൻകെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങ് വന്ന് കയറി. ഷെയർ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാട്ടോ ഇപ്പോൾ ഉള്ളത്. ഒരു ബാക്ക് പാക്കേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, അഫോർഡബിൾ ആയിട്ട് താമസിക്കാം. അപ്പോൾ ഇവിടുത്തെ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യണം. ഇത് റൺ ചെയ്യുന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, നോക്കിക്കോ. ആ കാണുന്ന ആജാനുബാഹുവാണ് മിസ്റ്റർ ടുട്ടു ചേട്ടൻ, അഥവാ ടോബിൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇവിടെയൊക്കെ റൺ ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ നമ്മുടെ സഹയാത്രികരെ കാണാമല്ലേ. രാത്രിയിൽ ഇവിടുത്തെ ആംബിയൻസ് അത് വേറെ ടൈപ്പാണ് കേട്ടോ, ഇത് ഇതുപോലെയല്ല. ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ പള്ളിവാസലിലേക്ക് മൂന്നാറിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻ സ്റ്റോക്കാണ്. അപ്പോൾ ഈ കാണുന്ന രണ്ടെണ്ണം പുതിയതാണ്, വലുതാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾ കാണാമോ? ആ ബാക്കിൽ കാണുന്ന ചെറിയ രണ്ടെണ്ണത്തിലാണ് ഇപ്പോൾ വെള്ളം പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ഉദ്ഘാടിച്ചിട്ടില്ല, ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഉള്ളത് മൂന്നാറിലെ KFDCയുടെ ഓഫീസിലാണ്, നമ്മുടെ ഫ്ലവർ ഗാർഡനില്ലേ, അവിടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ബേസ് ക്യാമ്പിലേക്കുണ്ട്. അവിടുന്ന് റോഡോ മാൻഷനിലേക്ക് പിന്നെ ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങേയറ്റം നമുക്ക് ബേസ് ക്യാമ്പ് വരെ വണ്ടിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ, കാറുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അറിയത്തില്ല. ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജീപ്പ് ഇവിടുന്ന് ഹയർ ചെയ്യുകയാണെങ്കിൽ 6 പേർക്ക് ഏകദേശം 3000 രൂപ റോഡോ മാൻഷൻ വരെ എത്തിക്കും. അവിടുന്ന് ഒത്തിരി അധികം നമുക്ക് ട്രക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇപ്പോൾ 1000 രൂപയാണ് ഏകദേശം ട്രക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഈ പാക്കേജിൽ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും മറ്റുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അവിടെ താമസിച്ചിട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. മാക്സിമം നടക്കാനാണ് ശ്രമം, എന്താവും അറിയത്തില്ല. പോയി നോക്കാം എന്തായാലും. മാട്ടുപ്പെട്ട് റോഡിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. വഴി ലേശം സീനായി തുടങ്ങിയിട്ടുണ്ട്. മോനൂസ് ഓഫ് റോഡിങ് സ്കില്ലൊക്കെ പുറത്ത് എടുത്ത ജീപ്പിന്റെ പുറകെ ചവിട്ടി വിടുന്നുണ്ട്. ചങ്കിടിക്കുന്നുണ്ടോ? പക്ഷേ സൺറൈസ് സമയമായതുകൊണ്ട് ഓപ്പോസിറ്റ് ലൈറ്റ് കുറവായിരിക്കും. ഞങ്ങൾ താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്, സൈലന്റ് വാലി എസ്റ്റേറ്റിന്റെ ഹോസ്പിറ്റൽ. അവിടെ വണ്ടി ഒതുക്കി. ഇപ്പോൾ സേഫായിട്ട് ഇപ്പോൾ കാറുമായിട്ട് വന്നാൽ അവിടെയാണ് നമുക്ക് ഇടാൻ പറ്റുക. അതിനുശേഷം നമുക്ക് നടന്നു വേണം തുടങ്ങാം, അല്ലെങ്കിൽ ജീപ്പിന് പോവാം. ബേസ് ക്യാമ്പ് വരെ നമുക്കൊരു ജീപ്പ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബാക്കിലിരുന്ന് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് ചാടി പോണയാണ്. ബേസ് ക്യാമ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലാണ് ബേസ് ക്യാമ്പ്, കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയി കാപ്പൂടി ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി. ഈ കാണുന്നതാണ് മീശപ്പുലിമലയ്ക്കുള്ള ട്രക്കിന്റെ ബേസ് ക്യാമ്പ്. നിങ്ങൾ കാണുന്ന നമ്മുടെ ബേസ് ക്യാമ്പിന്റെ മേളിലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ഈ 2000 രൂപയുടെ പാക്കേജിലൊക്കെ നേരത്തെ വരുമ്പോൾ ടെൻ്റൊക്കെ അടിക്കുന്നത് ഈ ഭാഗത്തായിരുന്നു. ഇത് കണ്ടോ, അങ്ങ് മേളിൽ നിന്ന് വെള്ളം വരുന്ന ആ വെള്ളം വരുന്നതിനെ
ഒരു ജനറേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടെ രാത്രിയൊക്കെ കറണ്ട് എടുക്കുക, അല്ലെങ്കിൽ താഴത്തേക്ക് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് കറണ്ട് എടുക്കുക. ഇവിടെ ടെൻറ്റും ക്യാമ്പിംഗ് ഒക്കെ വരുമ്പോൾ ഫുള്ള് പവർ സപ്ലൈ അവിടെ നിന്നാണ് കേട്ടോ. On a riptide, thinking about your love every day and night. I can't sleep when you're gone. Ooh, the water and sky, reflection in my eye, and it's true, so true, that my life is a seaside. മേളിൽ വന്ന് റോഡോ മാൻഷൻ വരെ എത്തിയിട്ടുണ്ട്. ബാക്കിൽ മഞ്ഞിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. മഞ്ഞിലേക്ക് കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്ന ബിൽഡിംഗ് ആണ് റോഡോ മാൻഷൻ എന്ന് പറയണേ. ഇവിടുന്നാണ് ശരിക്കും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ നമുക്ക് ജീപ്പിന് എത്താൻ പറ്റുന്നതാണ്. ഇനി നടന്നാണ് വരേണ്ടതെങ്കിൽ അങ്ങനെയും താഴെ നമുക്ക് നടന്ന് കയറി പോരാം. ഞങ്ങൾ നടന്ന് വരാനായിരുന്നത്, പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അങ്ങ് പെയ്തു തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് നനഞ്ഞ് കുളിച്ച് ഇവിടെ വന്ന് കയറി പിന്നെ ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് ഇത്ര സീനാന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ജീപ്പിൽ അങ്ങ് പോരുക ചെയ്ത്. എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് മഞ്ഞ് കൂടുന്നു കുറയുന്നു. നല്ല തണുപ്പുണ്ട്. പിന്നെ കുറേ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മഞ്ഞത്തോട് നമ്മൾ ട്രക്ക് ചെയ്യാണ്. സിനിമയിൽ പറഞ്ഞ പോലെ മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്നത് മാത്രമേ ഇന്ന് കാണാൻ പറ്റൂ എന്നാണ് തോന്നുന്നത്. മഞ്ഞ് കീറി അടിക്കുന്ന കണ്ടോ നിങ്ങള്? അയ്യോ, തണുപ്പെന്ന് പറഞ്ഞാൽ കീഴ്ക്കാഴ്ച തണുപ്പ്. വീട്ടിലെങ്കിലും എന്താണ് അവസ്ഥ? ഇത് നമ്മുടെ ഗൈഡാണ്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ ഒന്ന് പറയാമോ? നമ്മുടെ പ്രഭുചേട്ടനാണ് കൂടെയുള്ളത്. പണ്ട് തൊട്ടേ ഒരു ട്രിപ്പ് പോയാൽ ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞത്, അങ്ങനെ കുറേ ആൾക്കാരില്ലേ, ഒരു ട്രിപ്പ് പോയാൽ ബാക്കിയുള്ളൊരു മാക്സിമം ബുദ്ധിമുട്ടിക്കുക, മാക്സിമം ഫോട്ടോ ഉണ്ടാക്കുക. അതിനകത്ത് ഏറ്റവും പ്രധാനിയാണ് നീലം. അവൻ്റെ അനിയനെ പീഡിപ്പിക്കുന്നതാണ്. ഒന്ന് കയറി വാടാ, 100 മീറ്ററിലായുള്ളൂ താഴ്ന്ന് കയറി തുടങ്ങിയിട്ട്. അങ്ങ് കൊളറാഡോയിലെ ഗിരികന്ധരം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നല്ല മഴവെള്ളം കുത്തി ഒലിച്ച് വന്ന് വലിയ കിടങ്ങണ്ടായേക്കണേ. മുമ്പോട്ട് വീണ്ടും നടക്കുകയാണ്. അയ്യോ, ഇനിയും മുന്നോട്ട്. Running from the dark clouds and hard rain. I miss you, your colors. I feel like I'm going under. I'm coasting on a riptide. ഇത് കണ്ട, നമ്മൾ വന്നത് എൻജോയ് ചെയ്യാറുണ്ട്. ക്യാമറ മൊത്തം മഞ്ഞാൻ തോന്നുന്നു, കാണത്തില്ല അല്ലേ? ഇത് ചുമ്മാ വലിച്ചു ഉപയോഗിച്ചിട്ട് പോയേക്കുന്ന സംഭവങ്ങളാണ്. അത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക, അതായിരിക്കും നല്ലത് നമുക്കും നമ്മുടെ പ്രകൃതിക്കും. പിടിച്ചോ ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇറങ്ങിയ കുന്നാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. അവിടെ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്, പിന്നെ ആൻമരി വെൽപ്പിലാണ്, അങ്ങനെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ഒരു 9 കുന്ന് കയറാനുണ്ടെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റൊക്കെ കുറച്ച് സ്റ്റീപ്പാണ്. നമ്മൾ ആദ്യം കയറിയതിനേക്കാളും കുറച്ച് സ്റ്റീപ്പായിരിക്കും എന്ന് പറയുന്നു. ബട്ട് കുഴപ്പമില്ല, മഞ്ഞത്ത് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു വാട്ടർ പോയിൻ്റാണ്. ആദ്യത്തെ മല ഇറങ്ങിയതിന് ശേഷം വളരെ ശുദ്ധമായ വെള്ളം, അതും നല്ല ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയാണോ മഞ്ഞാണോ എന്ന് തിരിച്ചറിയാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്.
അയ്യോ, ക്യാമറയുടെ ലെൻസ് തൂത്തും എടുത്തു. ഇതിന് വൈപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇത് എടുത്ത് വെക്കേണ്ട വന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. But still, റോഡോ മാൻഷനിൽ നമ്മൾ ഏകദേശം ഒരു 1.6 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മോഡറേറ്റ് ട്രക്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതല്ലാതെ വേറൊരു ട്രക്കിംഗ് റൂട്ട് ഉണ്ട്. ശരിക്കും ട്രയൽ അങ്ങ് താഴെ നിന്നുണ്ട്. നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവുക? ബേസ് ക്യാമ്പിൽ നിന്ന് 9 കിലോമീറ്റർ വരെ പറഞ്ഞത്. അതായത് 4 കിലോമീറ്റർ റോഡോ മാൻഷൻ വരെ, അല്ല 5 കിലോമീറ്റർ. ഓക്കെ. പിന്നെ അവിടുന്ന് 4 കിലോമീറ്റർ. ഈ ലാസ്റ്റ് 4 കിലോമീറ്റർ മോഡറേറ്റ് ആണ്. ബേസ് ക്യാമ്പിൽ നിന്ന് തുടങ്ങുന്നത് ഇച്ചിരി സ്റ്റീപ്പും പിന്നെ വന്യമൃഗങ്ങളുടെ വിഷയമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇച്ചിരി അത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്. പിന്നെ ഇപ്പോൾ ഈ മഴ, സ്ലിപ്പറി, അങ്ങനെ കുറേ വിഷയങ്ങൾ, പിന്നെ വന്യമൃഗങ്ങൾ, അത് കാരണം ഇപ്പോൾ ഓപ്പൺ അല്ല. അതൊരു സമ്മർ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ആ ട്രെയിൽ ഓപ്പൺ ആവാമെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിവ് കിട്ടിയത്. Sing, running from the dark clouds and hard rain. I miss you, your colors. I feel like I'm going under. I'm coasting on a riptide, thinking about your love every day and night. I can sleep when you're gone. മഞ്ഞ് വീഴുന്ന കണ്ടോ നിങ്ങള്? തുള്ളി തുള്ളി. The water and sky, reflection in my eyes. എന്ത് രസമാണ് ഇവിടുന്ന് മഞ്ഞ് വീഴുന്ന കാണാൻ. ഈ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നതിൻ്റെ ഒരു സൗണ്ടും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദിസ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. ചിക്കുതേ മുംബൈ കയറി നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ മല സ്റ്റീപ്പായിട്ട് കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടുള്ള മലയുണ്ടെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായി. അതായിരിക്കണം ഇതെന്നാണ് വിചാരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ അറിയാം. ഈ കാണുന്ന ചെറിയ ചെടിയാണ് വളർന്ന് വലുതാവുന്ന റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ ഏത് സിനിമയാണോ, അനാക്കൊണ്ട സിനിമയിലേക്ക് ഒരു പൂവൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഇത് ഇതിൻ്റെയാണ്. യെസ്, റോഡോഡെൻഡ്രോൺ. ഈ റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ പേരിൽ നിന്നാണ് റോഡോ വാലി എന്നുള്ള പേരും റോഡോ മാൻഷൻ എന്ന് പറഞ്ഞ പേരൊക്കെ വന്നത്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ കയറുകയാണ്. കുറച്ചുകൂടെ മുകളിലായിട്ട് മീശപ്പുലിമല നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റർ, ഇനി ഒരു 1 കിലോമീറ്റർ അങ്ങേറ്റം കാണത്തുള്ളൂ. നമ്മൾ മീശപ്പുലിമലയുടെ മേളിലെത്തും. അവിടുന്ന് ബാക്കി കാണാം. ഈ 2635 മീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ മുകളിൽ, സൗത്ത് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ മുകളിൽ, മീശപ്പുലിമലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. തണുത്ത ദർശനം മേളിൽ നിൽക്കുകയാണ്. ഫുള്ള് മഞ്ഞ്, എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ്, കറങ്ങി തിരിഞ്ഞ് ഫുള്ള് മഞ്ഞാണ്. ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തമിഴ്നാടിന്റെ വ്യൂ, പിന്നെ താഴെ ചിന്നക്കനാലിന്റെ അവിടുത്തെ എന്താ പറയാ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ഈ വിന്ററിന് കയറുവാണെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫീൽ ചെയ്യാണ് ഇവിടുത്തെ തണുപ്പ്, ഈ മഞ്ഞ് വീണത്,
കാറ്റ്, എവറിത്തിങ് ഈസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. വിന്റർ ട്രക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്യുന്നത് എന്താ, ഹിമാലയത്തിൽ പോകാനായിരിക്കും. ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞിനകത്ത് നമുക്ക് കളിക്കാന്നൊക്കെ. പക്ഷെ ഇവിടെ മഞ്ഞിനകത്ത് കളിയോ അല്ലെങ്കിൽ കയ്യിലെടുക്കാനൊന്നും പറ്റിയല്ലോ. ബട്ട് വി വിൽ എക്സ്പീരിയൻസ് ആ തണുപ്പ്, നമ്മുടെ മേളിൽ മഞ്ഞ് പെയ്യുന്നത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഒത്തിരി കാശ് മുടക്കാതെ ഒരു 1000 രൂപ മുടക്കി ഒരു വിന്റർ ട്രക്ക്, ഒരു അടിപൊളി വിന്റർ ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരെ പോകുന്നുള്ളൂ. മീശപ്പുലിമല ഇസ് വെയിറ്റിംഗ് ഫോർ യു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കട്ട ആരാധകരാണ് ഇവിടെ വന്നേക്കണത്. എവിടെന്നാ മക്കളെ പറയടാ? പാലക്കാട് മന്നപ്പടിന്നാണ്. പാലക്കാട് തന്നെയാണ് സ്ഥലം. നമ്മള് മന്നപ്പടിന്ന് എന്തായാലും ഈ സമയത്ത് സ്റ്റേഡിയത്തിൽ പോയി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് സപ്പോർട്ട് ചെയ്യാം. ശരി, സ്റ്റേഡിയത്തിലോ പോകാൻ പറ്റില്ല, എന്നാ പിന്നെ മീശപ്പുലിമലയുടെ മേളിൽ നിന്ന് ആവാ സപ്പോർട്ട് എന്നല്ലേ? അതെന്തായാലും കിടിലമായി തകർത്തിട്ടുണ്ട്. സൂപ്പർ. ഇന്ന് തന്നെ തിരിക്കുക. എന്നിട്ട് ഇന്ന് തന്നെ തിരിക്കും. കളി കാണാൻ പറ്റാത്തതിന്റെ നല്ല ദുഃഖം. അടിപൊളിയായിട്ട് മിസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സ്റ്റേഡിയത്തെ ആംബിയൻസ് നല്ല മിസ് ചെയ്യും. എല്ലാ കൊല്ലം പോകാറുണ്ടോ? എല്ലാ കൊല്ലം പോകാറുണ്ട്. ഇത് നമ്മുടെ ഗൈഡ് പ്രഭുചേട്ടനാണ്. പ്രഭുചേട്ടൻ നിൽക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണോ ഇപ്പോൾ? ഞാനിപ്പോ തൽക്കാലം നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പൊ ഞങ്ങളോ? പുള്ളി നിൽക്കുന്നത് കേരളത്തിൽ, ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ. എന്ന് വെച്ചാൽ ഈ കാണുന്ന എന്റെ ഒരു കാല് കേരളത്തില്, ഒരു കാല് തമിഴ്നാട്ടിലാണ്. ഒന്നുകൂടെ കാണിച്ചാലോ? ഇത് ബോർഡറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേ സൈഡ് കേരളവും ഇങ്ങേ സൈഡ് തമിഴ്നാടാണ്. ഓക്കെ. ഈ കൊക്ക തമിഴ്നാടും അങ്ങേ സൈഡ് കാണുന്ന ഫുള്ള് നമ്മുടെ കേരളത്തിന്റെ. ശരി 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 ശരി. അപ്പൊ ഇത് തമിഴ്നാട്, ഈ കാണുന്ന തമിഴ്നാട്, ഈ കാണുന്ന കേരളം. ഇത് വഴിയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഫയർ ബൗണ്ടറി എന്ന് പറയും. ഇത് ഇവിടെ തൊട്ട് തമിഴ്നാട് വരെ ഉണ്ട്. ഓക്കെ. ഈ ബോർഡർ ഫുള്ള് ഫയർ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തീ പിടിച്ചാലും ഇവിടെ കൂടെ നിൽക്കണം, അങ്ങോട്ട് കയറി പിടിക്കരുത്. ആ ശരി 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 ശരി. ആ നിങ്ങൾ ഈ കാണുന്നത് നീലക്കുറിഞ്ഞിയാണ് കേട്ടാ. മീശപ്പുലിമലയിൽ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒത്തിരി ബ്ലൂം ചെയ്ത് നിൽക്കണില്ല, കുറെയൊക്കെ ചീഞ്ഞു പോയി, ബാലൻസ് ഉള്ളതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ബട്ട് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഫോർ ദ വ്യൂ. തണുത്ത് വരച്ച് നിൽക്കുക, ഇറങ്ങാണ് പയ്യെ. അധികം നേരം ഇവിടെ ഇങ്ങനെ മഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, വല്ല അസുഖം പിടിക്കും. അപ്പോൾ പനി പിടിപ്പിക്കാതെ നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. താഴത്തേക്ക് നമ്മൾ കയറി വന്ന ഈ 4 കിലോമീറ്റർ, അത്രയും തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകാനുണ്ട്. തെന്നാതെ നോക്കി ഇറങ്ങി പോകണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇറങ്ങാൻ കേട്ടാ. ഞങ്ങളിത് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ദേ കാണാമല്ലോ, സ്ലിപ്പറി ആയിട്ടുള്ള സർഫസാണ്. അപ്പോൾ ഒരു നല്ല ഷൂ ഉണ്ടെങ്കിൽ ആയിട്ടുകൊണ്ട് വരുന്നത് നന്നായിരിക്കും. അല്ലാതെ സ്ലിപ്പേഴ്സ് ഒന്നും ഇട്ട് ഈ വഴിക്ക് കയറാനായിട്ട് ശ്രമിക്കരുത്. ചിലപ്പോൾ അട്ടയും ഒരു സീൻ ഉണ്ടാക്കും. അട്ട മാത്രമല്ല, തെന്നി വീഴുന്നതാണ് അതിനേക്കാളും വലിയ വിഷയം. പിന്നെ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നടന്നു പോവുക. ഞാൻ ചെറുതായിട്ടൊന്ന് തെന്നി വീണില്ല, ഒന്ന് തെന്നിയേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോഴത്തേനും തൊപ്പി ഒരെണ്ണം കുറവുണ്ടായി. എൻ്റെ ചിക്കുൻ്റെ തലയിരിക്കുന്ന സാധനമാണ് അവൻ്റെ. അതെ, മിസ്റ്റ് പ്രൊട്ടക്ടർ. ഒരുപക്ഷെ ഒരു മോർണിംഗ് രാവിലെ താഴെ റോഡോ മാൻഷനിൽ താമസിച്ചിട്ടേ, നല്ല സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ റോഡോ മാൻഷനിൽ താമസിച്ചിട്ട് മേളിലേക്ക് ഇങ്ങോട്ട് സൺറൈസ് ട്രക്ക് പിടിക്കുകയാണെങ്കിൽ കിടിലമായിരിക്കും അല്ലേ? കിടിലമായിരിക്കും. എനിക്കൊന്ന് അതിൻ്റെ മണ്ടേ കയറി നമുക്ക് പീക്കിൽ കയറി ഒരു 360 ഡിഗ്രി വ്യൂ ഒക്കെ അന്നേരം കിടിലായിട്ട് കിട്ടുമായിരിക്കും. ഇടയ്ക്ക് കാറ്റ് വരും കേട്ടോ. ഞാൻ നടന്നു പോകുമ്പോഴത്തേനും കാറ്റ് വരും, കൂടെ കുറെ മഞ്ഞും ആ തണുപ്പ്. നമ്മളീ പോകുന്ന പാത്തിലൊക്കെ കുറെ ആനപ്പിണ്ടമൊക്കെ കാണാം. അപ്പോൾ ഇതിൽ ഡേഞ്ചറസുമാണ്. നമ്മുടെ ചേട്ടൻ പറഞ്ഞു മഞ്ഞത്താണെങ്കിൽ ആന തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല. പിന്നെ ഇവർക്കാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് നമ്മളെ കൊണ്ടുപോകുക, സ്കാറ്റർ ചെയ്ത് പോകാനും സമ്മതിക്കുകയില്ല. പിന്നെ ഇത് കണ്ടോ, മറ്റേ ഫേൺസ് ആണ് ഈ കാണുന്നത്. ഈ ഫേണൊക്കെ 6 മാസമേ ലൈഫ് ടൈമിനുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഉടങ്ങി കിടക്കുന്നതാണത്. I'm coasting on a riptide, thinking about your love every day and night. I can't sleep when you're gone. Ooh, the water and sky, reflection in my eye, and it's true, so true. ഇത് മക്കളെ ഈ കാണുന്ന സംഭവം കാട്ടുമുന്തിരിയാണ് കേട്ടോ. മുള്ളൊക്കെ ഉണ്ട്, ചെറിയ പുളിയൊക്കെ ഉള്ള സംഭവമാണ്. ഇനി ഇതിന് വല്ല സയൻറ്റിഫിക് നെയിമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ പേരൊക്കെ നമ്മുടെ പ്രഭുചേട്ടനെ അറിയത്തുള്ളൂ. ബട്ട് ദിസ് എന്താണ് പ്രഭുചേട്ടാ?
ആ കാട്ടുമുന്തിരി എന്ന് നമ്മളിവിടെ നാട്ടിൽ പറയും. ശരിക്കും അറിയപ്പെടുന്നത് ഹിമാലയൻ ബെറീസ് ആണ്. ഹിമാലയൻ ബെറീസ് ഇതങ്ങ് റൂട്ട് ചെയ്ത് നിൽക്കള്ള സെറ്റായി വരുന്നേ ഉള്ളൂ. ഓക്കെ, എന്താ മനസ്സിൽ സൗണ്ട് കേട്ടെ? കോളാണ് അലാറം. എന്തിനാടാ ഇപ്പൊ അലാറം ഒക്കെ വെച്ചേക്കണേ? ചോറിനാൻ എന്റെ ടീമേ, ഈ അലാം വെച്ചിട്ട് കഴിക്കണമെങ്കിൽ അത് ശരീരത്തിൽ കാണുന്നില്ല. ഇവിടെ എങ്ങോട്ടാണ് നാനോ ടെക്നോളജി അല്ലാണ്? കുറേ ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ വാടാമുല്ലയൊക്കെ പോലെ പെട്ടെന്ന് തോന്നുന്ന പൂവാണിത്. നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഹൈറ്റിൽ ഇത്രയും തണുപ്പത്തിൽ ഇവിടെ കാണുന്ന വെജിറ്റേഷനൊക്കെ നമ്മുടെ അവിടത്തേക്കാളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ എന്ത് ഭംഗിയല്ലടാ ഈ മഞ്ഞൊന്ന് മാറുമ്പത്തേനും ഇതൊക്കെ കാണാൻ അല്ലേ? ആ കളറൊക്കെ ഇപ്പോഴാണ് ഒന്ന് എടുത്തു പറഞ്ഞേ. ചെറുതായിട്ട് സൂര്യൻ ഉദിക്കുന്ന പോലൊക്കെ ഒരു ഫീല്. മഴ വീണു, മഴ മാറി വെളിച്ചം പറഞ്ഞു. ഇത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഈ കാണുന്നതാണ് റോഡോ വാലി. എന്തു ഭംഗിയാ! താഴെ ഒരു തടാകം ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലട്ടെ, കാണിച്ചു തരാം. സ്ലഷി പാത്ത്. ഇതാണ് നമ്മൾ വന്ന വഴി. മോൻസും ചിക്കും അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിലാണ്. എന്താല്ലേ നമ്മുടെ ഇവിടെയൊക്കെ ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറിലാണല്ലോ. ഇത് കണ്ടോ, നല്ല കട്ട കരി കളറിലാണ് ഇവിടുത്തെ ചെളി വരെ. മണ്ണിന്റെ വ്യത്യാസേ. ഫ്രണ്ടിൽ ഒബ്സ്റ്റക്കിൾ ഉണ്ടല്ലോ. മാറങ്ങട് മാറങ്ങട്. Thinking about your love every day and night. I can't sleep when you're gone. അങ്ങനെ മേളിൽ നമ്മൾ കണ്ട ആ ലേക്കിലേക്ക് എത്തിട്ടോ. Water and sky, reflection in my eyes. Beautiful. Beautiful. That my life is a seaside. ആ കാണുന്ന അടിപൊളി ലേക്ക്. എന്ത് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മാർഗം. വേറെ സംഗതി കാണിച്ചു തരട്ടോ. ഇത് കണ്ടോ, നമ്മളിവിടെ വന്നപ്പോ ഈ റോഡോവലിന്റെ സൈഡിൽ കണ്ടാണ്. ഈ കാണുന്ന രണ്ടും കണ്ടോ, ഇത് മ്ലാവിന്റെയാണ്. സാമ്പാർ ഡിയർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലുതിൻ്റെയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് അത്യാവശ്യം ചെറുതിൻ്റെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ പ്രഭുചേട്ടൻ പറഞ്ഞൊരു മെയിൻ ഹണ്ടിങ് പോയിന്റ് ആണ് ഈ കാണുന്നത്. നമ്മുടെ റോഡോ വാലി കംപ്ലീറ്റ് ഒരു മെയിൻ ഹണ്ടിങ് പോയിന്റ് ആണ്. അപ്പോൾ ലെപ്പേർഡ് ഉണ്ട്, പിന്നെ വൈൽഡ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇവിടെ കാണുന്നതെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നൊരു സ്പോട്ട് കണ്ടോ, പറന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ഇത് ഇവിടുത്തെ റോഡോ വാലിയിലെ ക്യാമ്പ് സൈറ്റ് ആണ്. ഡിസംബർ 26 തൊട്ട് ജനുവരി 1 വരെ ഇവിടെ ക്യാമ്പിംഗ് ഉണ്ടാവും. അപ്പം അതിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞെട്ടും കേട്ടോ. 2 പേർക്ക് 9,000 രൂപയാണ്. പക്ഷേ ഇവിടെ ഒരു ക്യാമ്പിൽ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ റോഡോ വാലി ഒരു ഹണ്ടിങ് പോയിന്റ് ആണെന്നൊക്കെ. അതിൻ്റെ തൊട്ടപ്പുറം ക്യാമ്പ് ചെയ്ത് താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാരക എക്സ്പീരിയൻസ് ആയിരിക്കും, മാരക എക്സ്പീരിയൻസ്. ഈ കാണുന്നുണ്ടോ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ സ്ഥലം? ദേ പക്ക മഞ്ഞ്, നിങ്ങൾക്ക് കാണാവോ? ദേ മഞ്ഞ്. ഈ കാണുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ ഈ പറഞ്ഞ
റോഡോ വാലി ക്യാമ്പ് സൈറ്റ് ആണ് ഈ നിങ്ങൾ കണ്ടത്. അപ്പോൾ നോക്കി, ഡിസംബറിൽ ശരിക്കും ഹിമാലയത്തിലും അവിടെ ഒന്നും അല്ല, നമ്മുടെ നാട്ടിലും മഞ്ഞ് കറക്റ്റ് വീണ് കിടക്കുക. ഇതുവരെ നമ്മൾ വിചാരിച്ച് മഞ്ഞൊന്ന് ഫീൽ ചെയ്യാം, ഒന്ന് കൊള്ളൂന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിലത്തുനിന്ന് മഞ്ഞ് പെറുക്കിയെടുക്കാവുന്ന അവസ്ഥയാണ്. ബ്യൂട്ടിഫുൾ. ഈ കാണുന്ന സംഗതി ഉണ്ടോ, ഫുള്ള് പൈനാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കണേ. കണ്ടോ, വാഗമണിലൊക്കെ കാണുന്ന കൂട്ട് വലിയ സംഗതിയല്ല, കുഞ്ഞു പൈൻ മരങ്ങളാണ്. നമ്മൾ നടന്ന് ഇവിടെ റോഡോ മാൻഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നോക്കി ഒരാൾ കാണിച്ചു തരാം. ഹായ്. സോ വാട്ട്സ് യുവർ നെയിം? ജീഷാൻ. ഹൗ ഓൾഡ് ആർ യു? Okay. Is this your first trekking experience? No. No, this is not your first trek. Is this your first trek experience? No. Okay, sir. When did he start to trek? Actually, we first took him out to Kemangundi when he was 1.5 years. 1.5? Yeah, that time we carried him. Like a bag. Yeah, I had my dupatta tied around me and we placed him inside that. Okay. So and we had that wrapped that around. We were exchanging. So it was a 17-kilometer trek. So he started from 1.5 years old. Yeah. Oh man. So his experience starts from there. Okay. On his own, he started when he was 3? Yeah. 3? Yeah. So 3 we years. went for short treks first. Okay. So we made him walk a little, and then we have the videos. Waterfalls. Oh. A lot of waterfalls we have trekked to. In and around Karnataka. Okay. And after that, slowly we encouraged him to the next level. Okay. So we last month we had been to Nandi Hills near Bangalore. Ah, yeah, we know. So we trekked all the way from base to the top and then back. അപ്പോൾ അതെ കാശ്മീർ വരെ പോയിട്ടാണ് ഗഡിയുടെ നിൽക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആശാന് ഭാവവ്യത്യാസമൊന്നുമില്ല, സിമ്പിളായിട്ട് നിൽക്കും. പക്ഷെ പുലിയാണ്, പോണ പോക്കാണ്, നമ്മൾ പോലും പുറം പിടിക്കുകയില്ല. ഇത്ര ശരിയാണ്. He's little shy. ഓക്കെ. ഭാവിയിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ പുള്ളിയുടെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഗോപ്രോ ഒക്കെ മേടിക്കുന്ന പ്ലാനിലുണ്ടെന്നാണ് നമ്മുടെ സാറ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Yes. Because of you guys, we will soon might start a YouTube channel. It's very rare to find a family like this, actually. Thank you so much. Okay. It's our passion. It's our love towards the nature. Okay. Basically. it's Sometimes what in a we family, husband has this passion or wife has this passion, but you two together, it's So good. we try to support each other and Okay. encourage each other. മൗണ്ടൻ ഫാമിലി. A trekking family. Okay. Wish we could live in the mountains. Give me a high five, Jishan. Come on, you done it. Okay. നമ്മളും വരും, അല്ലെ നമ്മളും ചെറുപ്പത്തിൽ പോയിട്ടുണ്ടാവും ഫാമിലിയുടെ ഒക്കെ കൂടെ. അത് മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ എക്കോ പോയിന്റിൽ പോവുക, ഒരു ഫോട്ടോ എടുക്കുക, അല്ലെ അവിടുത്തെ അതെ വല്ല ചോളവും മേടിച്ച് കഴിക്കാണ്ട് തിരിച്ചു പോരുക. ഇതൊക്കെയാണ് ഫാമിലി എന്ന് പറഞ്ഞത്. ഇവർ നേരെ കൊണ്ടുവന്നിക്കാണ് സൗത്ത് ഇന്ത്യയിലെ ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ നമ്മുടെ ചെക്കനെ കൊണ്ട്. വെറും 7 വയസ്സായിട്ടുള്ളൂ, സമ്മതിക്കണ്ടേ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ബൈ ബൈ ഗൈസ്. ബൈ 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 ബൈ. താങ്ക് യു. ദേ ആ മേളിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ കാണാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. ഇപ്പൊ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഞ്ഞുകൂടെ കയറി. സ്റ്റീപ്പായിട്ടൊരു വാലിയുണ്ട്, താഴെ കണ്ടോ. റോഡോ മാൻഷന്റെ താഴെയുള്ളൊരു കിടക്കാച്ചി വ്യൂ ആണിത്. എന്റെ പൊന്നോ, എന്താടാ. അങ്ങ് താഴെ ദേ അവിടെ കുറെ തേയിലത്തോട്ടമൊക്കെ കാണാം. ചെറിയ ആശ്വാസം. ലക്ഷ്മണ ഫുഡൊക്കെയുണ്ട്. വളരെ വ്യത്യസ്തമായ രുചി. രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ട് പോയതോ. ചപ്പാത്തി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഒരു വിശപ്പ് അടങ്ങി ഇറങ്ങുകയാണ് ഇവിടുന്ന്. ഇതിനു മുമ്പ് പറയാനുള്ളത്, നിങ്ങളൊരു ബഡ്ജറ്റ് ട്രിപ്പിംഗ്, ഒരു ബാക്ക് പാക്കിംഗ് ഒക്കെയാണ് ആലോചിക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ടൈമാണ്. ബൈക്കൊക്കെ ആയിട്ടാണെങ്കിൽ അധികം നടക്കാൻ പോലും ഇല്ല, നേരെ റോഡോ മാൻഷൻ വരെ നമുക്ക് ബൈക്കുമായിട്ട് പോകാൻ പറ്റും. സംഗതി സെറ്റാണ്. അപ്പോൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വേറെ വെറൈറ്റി ഫീലാണ്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇനി വരുമ്പോൾ കാണാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കുകയില്ല, കുറച്ചുകൂടെ സൂര്യനൊക്കെ ഉള്ള മൊത്തം കാണാൻ പറ്റുന്ന, തമിഴ്നാടും എല്ലാം കാണാൻ പറ്റുന്ന വേറൊരു വ്യൂ ആയിരിക്കും. അപ്പോൾ ഓരോ സമയത്തും ഓരോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും സൂര്യനൊക്കെ ഉള്ള ആ ഒരു സംഭവമാണ് വേണ്ടതെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് എങ്ങനെ കാലാവസ്ഥ എന്നൊക്കെ അറിഞ്ഞിട്ട് പോരുക. നമുക്കിപ്പോൾ എന്താണ് ഇത് എത്രയും പെട്ടെന്നൊന്ന് മീശപ്പുലിമല കയറണം, വീണ്ടും ഓപ്പൺ ആയപ്പോൾ ഇവിടെ നിന്ന് എത്തണമെന്നുണ്ടായിരുന്നു, അത് നിങ്ങളിന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് നമ്മൾ ധൃതി പിടിച്ച് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിന് കണ്ടിന്യൂഷൻ പോലെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ഉയരത്തിലായിരുന്നെങ്കിൽ അത് കുറച്ച് താഴെ വേറെ സംഗതിയിലാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ ഫ്രം രാഷ്മാസ്. in my eye, and it's true, so true, that my life is a she-side, is a she-side.